പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ യേശുവും ശിഷ്യന്മാരും ഒരു പട്ടണത്തിൽ കൂടി കടന്നു പോവുകയായിരുന്നു. ഒരു കൂട്ടം ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടു. എന്താണ് കാര്യമെന്ന് അവർ അന്വേഷിച്ചു. അവരിൽ നിന്ന് മറുപടി ലഭിച്ചു. ഒരു മനുഷ്യൻ എന്നും വൈകുന്നേരങ്ങളിൽ അവിടെ വന്ന് ദൈവവചനം പ്രഘോഷിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്നതിന് 1 ഷെക്കൽ പണമാണ് അവൻ ആവശ്യപ്പെടുക. അത് പിരിക്കാനായിട്ട് പ്രത്യേകം ആളുകളും ഉണ്ടായിരുന്നു. നിനക്കും വചനം കേൾക്കണമെങ്കിൽ അവിടെ നിന്നാ മതി എന്ന് ആൾക്കൂട്ടത്തിൽ നിന്ന് ആരൊക്കെയോ അവനോട് പറഞ്ഞു. അതനുസരിച്ച് അതെന്താണെന്നറിയാനായിട്ട് യേശുവും ശിഷ്യന്മാരും അവിടെ നിന്നു. അല്പസമയത്തിനുള്ളിൽ വിവേകിയായ തോമസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു വ്യക്തി അവിടെ കടന്നു വരികയും ദൈവവചനം പ്രഘോഷിക്കുകയും ചെയ്യാൻ തുടങ്ങി. വചനം പറയുമ്പോൾ അയാൾ പറഞ്ഞു തുടങ്ങി. ഒരിക്കൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. അവന് വളരെയധികം പണം എവിടെ നിന്നോ ലഭിച്ചു. അതെന്ത് ചെയ്യണമെന്നറിയാതെ അവൻ ആദ്യമൊന്ന് വിഷമിച്ചു. പിന്നീട് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളെടുത്ത് കുറച്ച് പണമെടുത്ത് അവൻ സിനഗോഗിൽ നൽകി. ബാക്കി അവൻ്റെ ഉപയോഗത്തിനായിട്ട് എടുത്തു എന്ന്. പണം സിനഗോഗിൽ നൽകിയത് മുഖാന്തരമായിട്ട് അവൻ്റെ സ്ഥാനമാനങ്ങൾ സിനഗോഗിൽ ഉയർന്നു. അവൻ്റെ ജീവിത രീതികളും ജീവിതശൈലികളും അവൻ്റെ എല്ലാ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഉയർന്നു തുടങ്ങിയെന്നും പറഞ്ഞു. ദൈവത്തിന് ദാനമായിട്ട് നീ കൊടുക്കുമ്പോൾ ദൈവം നിനക്കും ദാനമായിട്ട് വളരെയധികം സമ്പത്ത് നൽകും എന്ന് പറഞ്ഞ് അവൻ അവസാനിപ്പിച്ചു. ഇത് കേട്ടപ്പോൾ പല ആൾക്കാരും അവനിലേക്ക് പൈസ എറിഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു, ഞങ്ങളെ സുഖപ്പെടുത്തൂ എന്ന്. അവൻ ആളുകളുടെ ഇടയിലേക്ക് കടന്നു ചെന്നു. ആളുകൾ ഒരു ഉന്മാദാവസ്ഥയിലാകുകയും അവർക്കൊക്കെ രോഗസൗഖ്യം ലഭിക്കുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ പത്രോസ് വളരെയധികം വേദനയോടെ ഈശോയോട് ചോദിച്ചു, ഈശോയെ, ഇത് തിന്മയല്ലേ? ഈ ചെയ്യുന്നത് തിന്മയല്ലേ എന്ന് ചോദിച്ചു. ഈശോ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. പതുക്കെ തോമസിൻ്റെ അടുത്തേക്ക് നടന്നു. തോമസ് അവനോട് വിളിച്ചു ചോദിച്ചു, എന്തേ, നിനക്കും സുഖം പ്രാപിക്കണമോ? എങ്കിൽ നീ ദൈവത്തിനുള്ള പ്രതിഫലം നീ വാഗ്ദാനം ചെയ്യുക എന്ന് പറഞ്ഞു. യേശു മറുപടി ഒന്നും പറഞ്ഞില്ല. നേരെ അവൻ്റെ അടുത്തേക്ക് വീണ്ടും കുറച്ചുകൂടി അടുത്ത് ചെന്നിട്ട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. തോമസ് വളരെയധികം ഹൃത്യനായിട്ട് യേശുവിനോട് ചോദിച്ചു, നീ ആരാണ്? യേശു പറഞ്ഞു, ഞാൻ സത്യമാണ് എന്ന് വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു. അത് കേട്ടപ്പോൾ വിവേകിയായ തോമസിന് വളരെയധികം വിഷമം തോന്നുകയല്ല, നേരെ മറിച്ച് അവൻ ആരാണെന്നുള്ള സത്യം അവൻ തിരിച്ചറിഞ്ഞിട്ട് അവനിൽ കൂടിയിരിക്കുന്ന പിശാചിനെ ഈശോ പുറത്താക്കുകയും ചെയ്തു. ഇത് കണ്ടു നിന്ന ജനമെല്ലാം ഈശോയോട് വളരെയധികം വേദനയോടെ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന്. ഈശോ അതിൽ കൂടി ഒരു കാര്യം പഠിപ്പിക്കുന്നു. തിന്മയായതിനെ നന്മയാക്കി കാണിക്കുവാൻ പിശാചിന് സാധിക്കും. സ്വാർത്ഥതയും അത്യാഗ്രഹവുമാണ് ഒരു മനുഷ്യൻ പഠിപ്പിക്കുന്നതെങ്കിൽ, ദൈവവചനത്തിൽ കൂടി പഠിപ്പിക്കുന്നതെങ്കിൽ, ദൈവവചനത്തിൽ അവൻ കൂടുതൽ അതിനാണ് ഊന്നൽ നൽകുന്നതെങ്കിൽ അത് യഥാർത്ഥമായ ദൈവവചനമല്ല എന്ന് അവരെ ഓർമ്മിപ്പിച്ചു. ദൈവം എല്ലാ കഷ്ടനഷ്ടങ്ങളും സഹിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി സഹിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് പഠിപ്പിക്കുന്നെങ്കിൽ അത് തെറ്റാണ്. അതുപോലെ തന്നെ ദൈവം നമ്മുടെ സ്ഥാനമോ മാനമോ ഒന്നുമല്ല പരിഗണിക്കുന്നത്. അങ്ങനെ പഠിപ്പിക്കുന്നെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെയുള്ള വചനപ്രഘോഷകർ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ജനങ്ങളിൽ നിന്ന് ഒരു സംശയം ചോദിച്ചു. നമുക്ക് തോന്നിയ അതേ സംശയം, പിന്നെ എങ്ങനെയാണ് ഈ തോമസിന് ആളുകളെ സുഖപ്പെടുത്താനായിട്ട് സാധിച്ചതെന്ന്. യേശു മറുപടി പറയുന്നു, ആളുകളെ സുഖപ്പെടുത്താനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനും സാത്താനും സാധിക്കും. അത് പക്ഷേ നിലനിൽക്കുകയില്ല എന്ന് മാത്രം. അത് ഒരല്പകാലത്തേക്ക് മാത്രമേ അവർക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കൂ എന്ന് നമുക്ക് ഈ കാലഘട്ടത്തിൽ തിരിച്ചറിയാം. യഥാർത്ഥമായ ദൈവവചന പ്രഘോഷകർ ആരാണെന്ന്
അതിനുള്ള വരം ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.